ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി പാർട്ട് 2 ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ പഠിച്ചത്? ട്രിഗണോമെട്രീൻ്റെ ഫസ്റ്റ് പാർട്ട്. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് അല്ലേ, റൈറ്റ് ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡ് തന്നാലും മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉണ്ട്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സൈഡും ഒരു ആംഗിളും കിട്ടിയാൽ എങ്ങനെ ബാക്കിയുള്ള സൈഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റേഷ്യോ ആണ്. ഇപ്പോൾ നമുക്ക് തരുന്ന ആംഗിൾ 45ഓ 30ഓ 60 ഒക്കെ ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ റേഷ്യോ നമുക്കറിയാം, ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ റേഷ്യോ നമുക്കറിയാം. ഈ സ്പെഷ്യൽ റൈറ്റ് ട്രയാങ്കിളിൻ്റെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ആംഗിൾ 45 ആണ് വരുന്നതെങ്കിൽ ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ രണ്ടാമത്തെ ആംഗിളും 45 ഡിഗ്രി വരും. ഒരാംഗിൾ വലിയ ആംഗിൾ എന്തായാലും 90 ആയിരിക്കുമല്ലോ റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ മറ്റേ 45ന് ഓപ്പോസിറ്റും 1 യൂണിറ്റ് ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് അപ്പോൾ √2 വരും. അപ്പോൾ 1:1:√2 ആണ് 45 90 ഡിഗ്രി വരുമ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ വരുന്നത്. ഇനിയിപ്പോൾ 30 ഡിഗ്രി ആണെങ്കിലോ മറ്റേ ആംഗിൾ എന്തായാലും 60 ഡിഗ്രി അല്ലേ വരുള്ളൂ, വലിയ ആംഗിൾ എന്തായാലും 90 ഡിഗ്രി അല്ലേ വരുള്ളൂ. അപ്പോൾ ചെറുത്തുനിന്ന് വലുതിലോട്ട് ആംഗിൾസ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെ വരും? 30ക്ക് ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3 വരുള്ളൂ, 90ക്ക് ഓപ്പോസിറ്റ് 2 വരുള്ളൂ. 30ക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും 90ക്ക് ഓപ്പോസിറ്റ് വരിക. ചെറിയ ആംഗിൾ എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും വലിയ ആംഗിൾ വരിക. ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് ചെറിയ സൈഡും വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് വലിയ സൈഡുമാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് റേഷ്യോ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതൊന്നും അല്ലാത്ത മെഷേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു 40 ഡിഗ്രി വന്നു വിചാരിക്കുക. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 40 ഡിഗ്രി വന്നാൽ രണ്ടാമത്തെ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കുമല്ലോ. മൂന്നാമത്തെ എന്തായാലും വലിയ ആംഗിൾ എന്തായാലും 90 ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് കുറച്ച് ട്രിഗണോമെട്രിയിൽ കുറച്ച് പുതിയ വേർഡ്സ് പഠിക്കാനുണ്ട്. അതാണ് സൈന്, കോസ്, ടാൻ. അത് നമ്മൾ പഠിച്ചു വെക്കണം. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എപ്പോഴാണ് നമ്മൾ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുക? റൈറ്റ് ട്രയാങ്കിളിൽ ഒരാംഗിൾ തന്നു കഴിഞ്ഞാലാണ്, ഒരാംഗിൾ ഒരു സൈഡാണ് നമുക്കറിയെങ്കിൽ ട്രിഗണോമെട്രിയാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നൊരു ആംഗിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പോൾ ഈ ഒരു ആംഗിൾ എടുക്കുമ്പോൾ ഇപ്പം പേര് കൊടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ABC എന്ന് കൊടുക്കുക. അപ്പോൾ ആംഗിൾ എനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് BC ആണ്. ഇനി എ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് തന്നിട്ടുള്ളത് C എന്ന് പറയുന്ന ആംഗിളാണെന്ന് വിചാരിക്കുക. എ തന്നിട്ടില്ല, C എന്ന് പറയുന്ന ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് AB ആണ്. സീൻ്റെ ഓപ്പോസിറ്റ് AB ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുമ്പോൾ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എടുക്കുമ്പോൾ ആംഗിളിൻ്റെ ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ അത് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവില്ല. ആംഗിളിൻ്റെ ലെറ്റർ ഇല്ലാത്ത ബാക്കിയുള്ള 2 ലെറ്റർ ആയിരിക്കും ട്രയാങ്കിളിൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് വരിക. ആംഗിൾ സീൻ്റെ ഓപ്പോസിറ്റ് C അല്ലാത്ത ബാക്കിയുള്ള 2 ലെറ്റർ AB. ഇവിടെ ആംഗിൾ തീറ്റനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആംഗിൾ A എന്നും പറയാം, അല്ലെങ്കിൽ തീറ്റ എന്നും പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് BC. ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC വന്നിട്ടുള്ളത്. ഇനി അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് എന്തായാലും 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഹൈപ്പോട്ന്യൂസ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡിനെയാണ് നമ്മളെപ്പോഴും ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കുന്നത്, വലിയ സൈഡ്. 90 ആണ് റൈറ്റ് ട്രയാങ്കിളിലെ വലിയ ആംഗിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വലിയ സൈഡ്, ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ആംഗിൾ എനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള അടുത്തുള്ള സൈഡ് ഉണ്ടല്ലോ അതാണ് അഡ്ജസൻറ്റ് സൈഡ്. ഒരു ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത് രണ്ട് സൈഡ് ഉണ്ടാവും. അതിൽ ഹൈപ്പോട്ന്യൂസ് അല്ലാത്ത മറ്റേ സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. AB ആണ് ആംഗിൾ എൻ്റെ അഡ്ജസൻറ്റ് സൈഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡിൽ ആംഗിളിൻ്റെ ആ ലെറ്ററും കൂടെ വരും. അപ്പോൾ ആംഗിൾ എൻ്റെ അഡ്ജസൻറ്റ് സൈഡ് AB ആണ്, AC അല്ല. കാരണം ACന് നമുക്ക് വേറൊരു പേരുണ്ട്, ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എന്താ, ഓപ്പോസിറ്റ് സൈഡ് എന്താ, അഡ്ജസൻറ്റ് സൈഡ് എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ക്ലിയർ ആയാൽ നമുക്ക് സൈന്, കോസ്, ടാൻ നോക്കാം. ഫസ്റ്റ് സൈന് നോക്കാം. സൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈൻ A, ഇവിടെ സൈൻ തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. തീറ്റ എന്ന് ആംഗിളിൻ്റെ പേര് കൊടുത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ നമുക്ക് സൈൻ A എന്നും പറയാം. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതാണ് സൈന്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അത് വേണമെങ്കിൽ നമുക്ക് SOH നോർത്ത് വെക്കാം. സോ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസിന് H കൊടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അടുത്തത് കോസ്. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്.
ക എന്ന് പറയാം നമുക്ക്. അപ്പോൾ കോസ് എ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എ ബി ബൈ ഹൈപ്പോട്ന്യൂസ് എ സി. അപ്പോൾ എ ബി ബൈ എ സി ആണ് കോസ് എ വരാം. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് കോസ് എ വരാം. കോസ് സി ആണെങ്കിൽ സീൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് വരും കേട്ടോ. അപ്പോൾ സൈനും കോസും നമ്മൾ പറഞ്ഞു. ഇനി ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. ടോ എന്ന് പറയാം നമുക്ക്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ഓർത്ത് വെക്കാം? സോ കാ ടോ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് സൈൻ 30, 45, 60 അതേപോലെ കോസ് 35 അല്ല 30, 45, 60 ഇതൊക്കെയാണെങ്കിൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആദ്യം റേഷ്യോ അറിയുന്ന ട്രയാങ്കിൾസ് അവിടെ വരച്ചു കൊടുക്കാം. 30, 60, 45 ഇതൊക്കെ വരുന്ന ആംഗിൾസ് വരുന്ന റൈറ്റ് ട്രയാങ്കിൾസ് ഇങ്ങനെയാണ് അല്ലേ. 45 വന്നാൽ മറ്റൊന്ന് 45 ആയിരിക്കും. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ വരും. 30 വന്നാൽ മറ്റേ ആംഗിൾ 60 ആയിരിക്കും റൈറ്റ് ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഇങ്ങനെയും വരും. അപ്പോൾ നമുക്ക് റേഷ്യോ അറിയാം. 45 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ മറ്റേ 45 ഓപ്പോസിറ്റും 1 വരും. 90 ഓപ്പോസിറ്റ് റൂട്ട് വരും. 1:1:√2 ആണ് നമുക്കറിയാം. ഇനി 30, 60, 90 വരുന്ന കേസിൽ 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് √3 ആയിരിക്കും. 90 ഓപ്പോസിറ്റ് 2 ആയിരിക്കും. 1:3:2 ആണ് നമുക്കറിയാം. ഓർഡർ മാറിപ്പോരുത്. ചെറുതുനിന്ന് വലുതിലോട്ടാണ് ആംഗിൾ. ചെറുതുനിന്ന് വലുതിലോട്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ റേഷ്യോ എഴുതണം. 1:3:2. 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സൈൻ 30, കോസ് 30, ടാൻ 30, സൈൻ 45, കോസ് 45 അങ്ങനെ ഈ 3 വാല്യൂസ്, ഈ 3 ആംഗിൾ വരുന്ന കേസിൽ നമുക്ക് വാല്യൂസ് കിട്ടും. സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും വാല്യൂ കിട്ടും. എങ്ങനെയാണ്? സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. സോ കാട്ടോ ചൈനീസ് വേർഡ് പോലെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സൈൻ 30 ആണ് നമുക്ക് വേണമെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് 1 ആണ് ബൈ ഹൈപ്പോട്ന്യൂസ് 2 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്. ഹൈപ്പോട്ന്യൂസ് അവിടെ വരുന്നത് 30 വരുന്ന ട്രയാങ്കിളിലെ ഹൈപ്പോട്ന്യൂസ് വരുന്നത് 2 ആണ്. 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡിനെ നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. 30 ആയതുകൊണ്ട് 30ക്ക് ഓപ്പോസിറ്റ് 1, ഹൈപ്പോട്ന്യൂസ് 2. അപ്പോൾ 1/2 ആണ് സൈൻ 30 വരുന്നത്. അതേപോലെ സൈൻ 45 കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. 45 ഓപ്പോസിറ്റ് 1 ആണ് ബൈ ഹൈപ്പോട്ന്യൂസ് √2 ആണ്. അപ്പോൾ 1/√2. അതേപോലെ കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ കോസ് 30 ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ 30ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അത് √3 ആണ് ബൈ ഹൈപ്പോട്ന്യൂസ് 2 ആണ്. അങ്ങനെയാണ് കോസ് 30 √3/2 വന്നത്. കോസ് 45 എന്ന് പറയുമ്പോൾ 45ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അടുത്തുള്ള സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അത് 1/√2 തന്നെ വന്നു. ഇനി ടാൻ ആണെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ടോ അല്ലേ. ടാൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടോയിൽ എച്ച് അല്ല കേട്ടോ, ലാസ്റ്റ് എ ആണ് വരുന്നത്. അത് ഓർത്ത് വെക്കാം. സോ കാ ടോ ഇങ്ങനെയാണ് വരുന്നത്.